ഡോക്ടർ റീന മോളിക്കുലർ ബയോസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. ഇതൊരു ടെമ്പററി റിസർച്ച് ഓർഗനൈസേഷനാണ്, എസ്പെഷ്യലി ഫോർ ലൈഫ് സയൻസ് സ്റ്റുഡൻസ്, അതായത് UG PG സ്റ്റുഡൻസിൻ്റെ പ്രോജക്റ്റ് വർക്കാണ് ഇവിടെ മാക്സിമം ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും നമുക്ക് ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജിൽ നിന്ന് കുറച്ച് സ്റ്റുഡൻസ്, ഏകദേശം 30ഓളം സ്റ്റുഡൻസ് ഇന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ കുറച്ച് ബയോടെക്നോളജി വർക്കാണ്, ബയോടെക്നോളജി ഇൻട്രൊഡക്ഷൻ എന്ന അവരുടെ കുറച്ച് വർക്കുകളുമാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ തുളസി പ്ലാന്റാണ് എടുത്തിരിക്കുന്നത്. തുളസി പ്ലാന്റിൻ്റെ DNA, അതിൻ്റെ ഒരു മോളിക്കുലർ അനാലിസിസ് പോലെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ തുളസി പ്ലാന്റിൻ്റെ കുറച്ച് ലീവ്സ്, മിക്കവാറും നമ്മൾ DNA ഐസൊലേഷൻ ഉപയോഗിക്കുന്ന ടെൻഡർ ലീവ്സ് ആണ്. ടെൻഡർ ലീവ്സ് നമ്മൾ ഏകദേശം ഒരു 0.2 ഗ്രാം ലീവ്സ് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വേ ചെയ്തെടുത്തിട്ട് നമ്മളൊരു 1 ml CTAP ബഫർ, CTL ട്രൈമീഥൈൽ അമോണിയം ബ്രോമൈഡ് ബഫർ ഉപയോഗിച്ച് ഗ്രൈൻഡ് ചെയ്തു. ഇത് അതായത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ സെൽ വാൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ CTAP ബഫർ വെച്ച് കുറച്ചൊരു മെക്കാനിക്കൽ ഫോഴ്സ് കൊടുത്ത് സെൽ വാൾ ബ്രേക്ക് ചെയ്യാൻ നമ്മൾ നല്ലതുപോലെ ഗ്രൈൻഡ് ചെയ്ത് എടുക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റേജ്. ഇതിനെ നമ്മൾ പറയുന്നത് സെൽ ലൈസസ് എന്നാണ് ഇതിനെ പറയുന്നത്, ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്. അപ്പോൾ ഈ CTAP ബഫർ നമ്മൾ മിക്കവാറും ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതായിരിക്കും. അപ്പോൾ അതൊന്ന് വാം ചെയ്യണം. പ്രീ വാംഡ് CTAP ബഫറാണ് ഉപയോഗിക്കേണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ നല്ലതുപോലെ ഗ്രൈൻഡ് ചെയ്യുക, മോട്ടർ ആൻഡ് പിസ്റ്റൽ ഉപയോഗിച്ചാണ് ഗ്രൈൻഡ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മളത് എന്താ ചെയ്യേണ്ടത്, സെൻട്രിഫിക്കേഷൻ. നല്ലതുപോലെ ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം ഒരു എപ്പൻഡ് ഓഫ് ട്യൂബിലോട്ട് മാറ്റി അത് സെൻട്രിഫിക്കേഷൻ നമുക്കൊരു 10,000 RPM 10 മിനിറ്റ് സെൻട്രിഫിക്കേഷൻ കൊടുക്കാം. സെൻട്രിഫിക്കേഷൻ കൊടുത്തിട്ട് അതിൻ്റെ സൂപ്പർ നെറ്റിൻ്റെ നമുക്ക് വേറെ ഒരു എപ്പൻഡ് ഓഫ് ട്യൂബിലോട്ട് മാറ്റുക. എപ്പൻഡ് ഓഫ് ട്യൂബിലോട്ട് മാറ്റി ഇനി അതിൻ്റെ കൂടെ നമുക്കൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് പ്യൂരിഫിക്കേഷൻ ആണ്. ഇപ്പോൾ സെൽ ലൈസസ് കഴിഞ്ഞു, അടുത്തത് പ്യൂരിഫിക്കേഷൻ സ്റ്റെപ്പാണ്. പ്യൂരിഫിക്കേഷൻ സ്റ്റെപ്പിൽ നമ്മൾ അതിനകത്തുള്ള RNAയും പ്രോട്ടീൻസും ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി RNAസും പ്രോട്ടീനേസ് എൻസൈംസും ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 10 ml വീതം RNAസും 10 ml പ്രോട്ടീനേസും നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യത്തെ സൂപ്പർ നെറ്റിൻ്റെ എടുത്തിട്ടാണ് 10 ml RNAസും പ്രോട്ടീനേസും ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, അത് കുറച്ച് നേരം വാട്ടർ ബാത്തിൽ നമുക്ക് വയ്ക്കാം. വാട്ടർ ബാത്തിൽ നമുക്ക് വയ്ക്കുമ്പോൾ ഒരു 37 ഡിഗ്രിയിൽ 30 മിനിറ്റ്സ് നമുക്ക് വാട്ടർ ബാത്തിൽ വയ്ക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അത് അവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് ഒരു PCI, അതായത് ഫീനോൾ ക്ലോറോഫോം ഐസോമൈൽ ആൽക്കഹോൾ ആഡ് ചെയ്യും. ഈ ഫീനോൾ ക്ലോറോഫോം ഐസോമൈൽ ആൽക്കഹോൾ അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 25:24:1. അതായത് 25 ml ഫീനോൾ, 24 ml ക്ലോറോഫോം, 1 ml ഐസോമൈൽ ആൽക്കഹോൾ. ആ ഒരു റേഷ്യോയിൽ നമ്മൾ PCI എടുക്കുക. PCI ആഡ് ചെയ്തിട്ട് നമുക്ക് എത്രത്തോളമാണോ സൂപ്പർ നെറ്റിൻ്റെ ആദ്യത്തെ കിട്ടുന്നത് അതേ ഈക്വൽ എമൗണ്ട് PCI നമ്മൾ ആഡ് ചെയ്യുന്നു. ഇപ്പം നല്ലതുപോലെ ഇൻവേർട്ടഡ് മിക്സിംഗ് ആണ്. ഇൻവേർട്ടഡ് മിക്സിംഗ് ഒരു 4-5 മിനിറ്റ് നല്ലതുപോലെ, മിക്സിംഗ് അല്ല ഇൻവേർട്ടഡ് മിക്സിംഗ് ആയിരിക്കണം. അത് കഴിഞ്ഞിട്ട് സെൻട്രിഫിക്കേഷൻ കൊടുക്കാം. ഒരു 10,000 RPM 10 മിനിറ്റ് സെൻട്രിഫിക്കേഷൻ കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ അതിൻ്റെ ഒരു ടോപ്പ് ലെയർ, അതായത് സൂപ്പർ നെറ്റിൻ മാറ്റി വേറെ ഒരു മൈക്രോ പിപ്പറ്റ് ഉപയോഗിച്ച് സൂപ്പർ നെറ്റിൻ മാറ്റി വേറെ ഒരു എപ്പൻഡ് ഓഫ് ട്യൂബിലോട്ട് മാറ്റുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ തുളസിയൊക്കെ ആകുമ്പോൾ അതിനകത്ത് ഫീനോളും ക്ലോറോഫോമും ഒക്കെ കൂടുതലായിരിക്കും. അത് വേണമെങ്കിൽ വീണ്ടും നമുക്ക് PCI തന്നെ ഒരു സ്റ്റെപ്പും കൂടെ റിപ്പീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ക്ലോറോഫോം ഐസോമൈൽ ആൽക്കഹോൾ ആഡ് ചെയ്യുക. അത് 24:1 എന്ന റേഷ്യോയിൽ ക്ലോറോഫോം ഐസോമൈൽ ആൽക്കഹോൾ ആഡ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് സെൻട്രിഫിക്കേഷൻ സെയിം ഇതിൽ തന്നെ 10,000 RPM ഒരു 10 മിനിറ്റ് സെൻട്രിഫിക്കേഷൻ കൊടുക്കുക. ഓക്കെ, വീണ്ടും നമ്മൾ അപ്പർ ലെയർ എടുക്കുക. അപ്പർ ലെയർ എടുത്തിട്ട് ഇനി അപ്പോൾ നമ്മൾ സെൻട്രിഫിക്കേഷൻ സ്റ്റെപ്പും കഴിഞ്ഞു. ഫസ്റ്റ് നമ്മൾ സെൽ ലൈസസ് കഴിഞ്ഞു, സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ പ്യൂരിഫിക്കേഷൻ കഴിഞ്ഞു, സെൻട്രിഫിക്കേഷൻ സ്റ്റെപ്പ് കഴിഞ്ഞു. ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ വരുന്ന പ്രിസിപ്പിറ്റേഷനാണ്. പ്രിസിപ്പിറ്റേഷൻ സ്റ്റെപ്പിൽ നമ്മൾ ഇതുപോലെ സൂപ്പർ നെറ്റിൻ്റെ എടുക്കുക. സൂപ്പർ നെറ്റിൻ്റെ എടുത്തിട്ട് ഐസോപ്രോപ്പനോൾ ഏകദേശം സൂപ്പർ നെറ്റിൻ്റെ ഈക്വൽ എമൗണ്ട് ഐസോപ്രോപ്പനോൾ ആഡ് ചെയ്യുക. അത് ഏകദേശം ഒരു 700 ml ഒക്കെ വരും. 700 ml ഐസോപ്രോപ്പനോൾ ആഡ് ചെയ്യുക. ഇത് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക്
ഫ്രീസറിൽ ഒരു 1 hour അല്ലെങ്കിൽ 2 hours വേണമെങ്കിൽ നമുക്ക് ഓവർനൈറ്റ് ഫുൾ നമുക്ക് ഫ്രീസറിലോട്ട് വെച്ചിരിക്കാം. എത്രത്തോളം നമ്മൾ ഫ്രീസിങ് കൊടുക്കുന്നു അത്രയും നമുക്ക് DNA നമുക്ക് പെല്ലറ്റ് DNA പ്രിസിപ്പിറ്റേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എത്ര സമയമാണോ അവൈലബിൾ ആകുന്നത് അത്രയും സമയം നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ 1 hour കഴിഞ്ഞിട്ട് നമുക്കത് സെൻട്രിഫിക്കേഷന് കൊടുക്കാം. സെൻട്രിഫിക്കേഷൻ കൊടുക്കുമ്പോൾ വീണ്ടും നമുക്കൊരു അപ്പോൾ തന്നെ ഒരു ചെറിയൊരു പെല്ലറ്റ് പോലെ നമുക്ക് കാണാൻ പറ്റും ഐസോപ്രോപ്പനോൾ സെൻട്രിഫിക്കേഷൻ കഴിഞ്ഞിട്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത്രയും നേരം എടുത്തത് സൂപ്പർനൈറ്റൻ്റ് ആയിരുന്നു. ഈ ഐസോപ്രോപ്പനോൾ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പ്രിസിപ്പിറ്റേറ്റ് എടുക്കാം, അതായത് സൂപ്പർനൈറ്റൻ്റ് കളയുക. ഓക്കെ, ലോവർ ലെയർ ആണ് ഇനി എടുക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലോവർ ലെയർ എടുക്കുമ്പോൾ തന്നെ അതിൽ ചെറിയൊരു പെല്ലറ്റ്, ഒരു DNA ഉള്ള ഒരു പെല്ലറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു 0.5 ml ഏതാണ് 70% എത്തനോൾ ഒന്ന് ആഡ് ചെയ്യാം. ഓക്കെ, അതായത് 0.5 ml ഏകദേശം ഒരു 500 ml എത്തനോൾ നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് വീണ്ടും നമ്മളൊരു 10,000 RPM 5 മിനിറ്റ് സെൻട്രിഫിക്കേഷൻ കൊടുക്കാം. സെൻട്രിഫിക്കേഷൻ കൊടുത്തിട്ട് സൂപ്പർനൈറ്റർ റിമൂവ് ചെയ്യുക. പിന്നെ ഇനി നമ്മൾ ചെയ്യാനുള്ളത് എയർ ഡ്രൈ ചെയ്യുക എന്നുള്ളത്. നമുക്ക് നല്ലതുപോലെ പെല്ലറ്റ് കാണാൻ പറ്റും. ആ പെല്ലറ്റ് ഒരു 15-20 മിനിറ്റ് ഫാനിൻ്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ എങ്ങനെയായാലും ഒരു എയർ ഡ്രൈ കൊടുക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 10-20 മിനിറ്റും നമുക്ക് ഫാനിൻ്റെ ഫ്രണ്ടിൽ സൈഡിൽ ചരിച്ചൊന്ന് വെച്ചാൽ മതിയാകും. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പെല്ലറ്റ്. ആ പെല്ലറ്റ് മാത്രമേ നമുക്കിപ്പോൾ കാണുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. എത്തനോളൊക്കെ നമ്മൾ കളഞ്ഞു, സെൻട്രിഫിക്കേഷൻ കഴിഞ്ഞ് എത്തനോൾ കളഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പെല്ലറ്റ് മാത്രമാണ് എയർ ഡ്രൈ ചെയ്യുന്നത്. ഈ പെല്ലറ്റിൽ നമുക്കൊരു 30 ml ന്യൂക്ലിയസ് ഫ്രീ വാട്ടറും കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഫ്യൂച്ചർ യൂസിന് വേണ്ടി ഫ്രീസറിൽ വെച്ച് നമുക്ക് ഫ്യൂച്ചർ യൂസിന് വേണ്ടി ഉപയോഗിക്കാം. ഇതിൽ നിന്നാണ് നമ്മൾ PCR ആവശ്യമുള്ള DNA എടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടെംപ്ലേറ്റ് DNA എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് ഫ്യൂച്ചർ യൂസിന് വേണ്ടി നമുക്ക് ഫ്രീസറിൽ ഉപയോഗിക്കാം. ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് PCR ചെയ്യാം. ഓക്കെ, ഇതാണ് കോമൺ ആയിട്ട് പ്ലാന്റ്സിൽ നമ്മൾ ചെയ്യുന്ന ഒരു DNA ഐസൊലേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതാണ് ഈ മെത്തേഡ് പറയുന്നത് CTAB എക്സ്ട്രാക്ഷൻ മെത്തേഡ് എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ സെൽ വാൾ ബ്രേക്ക് ചെയ്യാൻ, പ്ലാന്റ്സിൽ സെൽ വാൾ ആയിരിക്കുമല്ലോ, സെൽ വാൾ ബ്രേക്ക് ചെയ്യാൻ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള CTAL ട്രൈമീഥൈൽ അമോണിയം ബ്രോമൈഡ്, ഈ ബഫറാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ പേര് CTAB എക്സ്ട്രാക്ഷൻ മെത്തേഡ്, DNA എക്സ്ട്രാക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, എൻ്റെ പേര് ഷീജ. ഞാൻ ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജിൻ്റെ ബയോകെമിസ്ട്രി ഫാക്കൽറ്റിയാണ്. ഞങ്ങൾക്ക് പുതിയ NCIS നാഷണൽ കമ്മീഷൻ ഫോർ ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ്റെ പുതിയ ബയോകെമിസ്ട്രി സിലബസ് വെച്ചിട്ട് ഒരു ബേസിക്സ് ഓഫ് ബയോടെക്നോളജി ഉണ്ട്. അത് വെച്ചിട്ടൊരു പ്രാക്ടിക്കൽ സെഷൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബയോ റിസർച്ച് ലാബിൽ വന്നത്. ഞാനിവിടെ അറിഞ്ഞത് ഞങ്ങളുടെ അവിടെ ഒരു ബോട്ടണി വിഭാഗം അസിസ്റ്റൻറ്റ് ലെക്ചർ വഴിയാണ് ഞാൻ ഈ ലാബിനെ കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് മാഡം പണ്ട് ശാന്തിഗിരിയിൽ കുറച്ച് നാൾ റിസർച്ച് ഫെലോ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം ഞങ്ങൾക്ക് ബയോടെക്നോളജിയിൽ കുറച്ച് ബേസിക്സ്, ഇൻട്രൊഡക്ഷൻ, ദെൻ വാട്ട് ഈസ് PCR, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, ഇലക്ട്രോഫോറസിസ് ടെക്നിക്സ്, ഇങ്ങനെ കുറേ ബയോടെക്നോളജി റിലേറ്റഡ് പ്രൊസീജിയേഴ്സ് അറിയാൻ സിലബസിലുണ്ടായിരുന്നു. ഒരു ലാബ് വിസിറ്റും ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ വന്നത്. മാഡം നന്നായിട്ട് കുട്ടികൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ഓരോ പ്രിൻസിപ്പിൾസും അതിൻ്റെ പ്രൊസീജിയേഴ്സും എല്ലാം നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. നല്ലൊരു സെഷനായിരുന്നു. കുട്ടികൾക്കും അത് നല്ല യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. Greetings to all. I am Dr. Radhalakshmi SP, working as Associate Professor, Head of the In-Charge, Department of Noyinadal, Shantigiri Siddha Medical College. And I am here to give a brief introduction about Siddha system of medicine. So what is Siddha system of medicine? The Siddha system of medicine is one of the oldest Siddha system of medicine in India. So Siddha means achievement. Siddhas are the saintly person who achieve many things in medicine. Siddha is basically contributed by 18 Siddhas, and it is mainly all the literatures of Siddha is in Tamil.
So it is practiced among Tamil speaking people. Siddha medicine is mainly therapeutic in nature. So the fundamental thing is mainly dealt with the well-being of humans. According to the tradition, the origin of Siddha medicine is mainly attributed to the great Siddha Agastya. All the objects in the universe, including human body, is mainly made up of 5 basic elements. So whenever there is a disturbance in the proportions of these 5 basic elements, it leads to disease. And each and every drug we are prescribing into the system of medicine having a particular proportions of these 5 elements, which is having a therapeutic result in the patients. So in Siddha medicine, we are just treating all the diseases except emergency conditions. We are treating diseases based on the root cause and not with the symptoms. So all the treatments in Siddha system of medicine is mainly directed to cure the root cause of the disease. There are loads of formulations in our classical Siddha text which counter all the disease and which help in the betterment of living. More research into the efficacy of these drugs are presently in progress. Students are getting more multidisciplinary knowledge in recent times because of the updated syllabus from our National Commission of Indian System of Medicine. So biotechnology is the one of the main branch where Siddha doctors having more to learn about it. More classical medicines given by our Siddhas are yet to be revealed to the outer world. So without the help of biotechnology, the Siddha doctors or the researchers, they can't be able to do this. So for this, according to the updated NCSM syllabus, the students are very mandated to gain knowledge in the field of biotechnology. Knowledge in biotechnology is very essential for our Siddha students to explore the hidden treasure of our formulations given by Siddhas. And this is how the multidisciplinary knowledge helps in developing Siddha system of medicine and also to gain more knowledge in other disciplinary for our Siddha students. And we thank BIOS Research Center for giving this great opportunity to learn the new advancement in biotechnology for the students of Shantigiri Siddha Medical College. Hope you have a brief introduction about the system of medicine. Thank you. Coming from the Shantigiri Siddha Medical College, we came with our chemistry ma'am, and it is very useful by seeing this lab. Before that we are seeing only by theory based. Now we are seeing in practical via practical. So it is very useful to see in front of this what are here available. So it is very useful. And thank you for this precious opportunity. என் பேர் அக்ஷயா ஃப்ரம் சாந்திகிரி சித்தா மெடிக்கல் காலேஜ். ஸோ இங்கே வந்ததுக்கப்புறம் தெரிஞ்சது ஒரு சோர்ஸ்லேருந்து எப்படி ஒரு டிஎன்ஏ எக்ஸ்ட்ராக்ட் பண்ணி ஃபார் எக்ஸாம்பிள் பிசிஆர் எடுத்துக்கிறோன்னா அதில் இருக்க எல்லா ப்ராசஸுமே ஈச் அண்ட் எவ்ரி ப்ராசஸ் வந்து என்னென்ன என்சைம்ஸ் யூஸ் பண்ணி எப்படி வந்து அதை டீட்டெயிலாக வந்து சொல்லி கொடுத்துருக்காங்க. அண்ட் மோர் ஓவர் பிசிஆரோட மெஷின் வந்து ஈச் மெஷினோட அதோட ப்ராசஸ் எப்படி இருக்கும், அதோட மெயின் பிரின்சிபல் எந்த பிரின்சிபலில் ஒர்க் ஆகுது அண்ட் அல்டிமேட்லி அதோட அப்ளிகேட்டிவ் ப்ராசஸ் என்னென்று டீட்டெயிலாக எக்ஸ்ப்ளனேஷன் கொடுத்துருக்காங்க. ஸோ தேங்க்யூ ரீனா மேம் அண்ட் பயோ ரிசர்ச் சென்டர் ஃபார் திஸ் பியூட்டிஃபுல் ஆப்பர்ச்சுனிட்டி. ஹலோ, ஐம் ரத்னா ஃப்ரம் சாந்திகிரி சித்தா மெடிக்கல் காலேஜ். ஃபஸ்ட்டு நாங்கள் இங்கே வர்றதுக்கு முன்னாடி வந்து தியரட்டிக்கல் நாலேஜ் மட்டும்தான் நாங்கள் ஃபஸ்ட்டு பார்த்துட்டு இருந்தோம். ஆனால் இங்கே வந்த பிறகு தான் எப்படி ஒரு எக்யூப்மெண்ட்டு யூஸ் பண்ணணும், அதுக்கான என்ன ரியேஜென்ட்டு, அந்த மாதிரி மைன்யூட் விஷயம் கூட இங்கே வந்து நல்லா சொல்லிக் கொடுத்தாங்க. ஸோ எங்களுக்கு இது ரொம்ப யூஸ்ஃபுல்லாக இருந்துச்சு. தேங்க்யூ ஃபார் கிவிங் யுவர் வேல்யூபிள் ஆப்பர்ச்சுனிட்டி. BSMS സ്റ്റുഡൻസാണ്. ഞാൻ ആയുർവേദ ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ട് 20 ഇയേഴ്സിന് ശേഷം പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇവിടെ വന്നത്. അപ്പം സിദ്ധയെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ട് കുറച്ച് നമ്മുടെ മെഡിസിൻ രംഗത്തുള്ള കുറേ അസുഖങ്ങൾക്കുള്ള മെഡിസിൻ സിദ്ധയിലുണ്ട്. അപ്പം നമുക്ക് മോഡേൺ മെഡിസിൻ്റെ ഇല്ലാത്ത കുറേ ഇത് നമുക്ക് അതിൽ നിന്ന് എക്സ്പീരിയൻസ് ഉണ്ടാകും എന്നുള്ള ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ സ്റ്റഡി ചെയ്യാൻ വന്നിട്ടുള്ളത്. അതിൽ നിന്ന് ഇപ്പോൾ തന്നെ ഈ ലാബിലേക്ക് ഞങ്ങൾക്ക് ഇതിനുള്ള ഫെസിലിറ്റി അനുവദിച്ച് തന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മാം ഷീജ മാമാണ് ബയോകെമിസ്ട്രി
അത് മാമിനെ എന്നെ ഹെൽപ്പ് ചെയ്തത് സിന്ധു മാം, മെഡിസിൻ ബോട്ടണിയിലെ ഇവിടുത്തെ റീന മാമിൻ്റെ ഹെൽപ്പിൽ നമ്മൾ ഇലക്ട്രോഫോറസിസ്, PCR ഇതെല്ലാം മെഷീനറി ഒക്കെ പരിചയപ്പെടുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് വന്നത്. അപ്പോൾ അത് നമ്മുടെ സിദ്ധ മെഡിസിനകത്ത് നമുക്ക് എത്രമാത്രം ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളത് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ള ഒരു മോഡേൺ ഇതുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഇത് നമുക്ക് മെഡിസിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാം, അല്ലെങ്കിൽ ആ മെഡിസിൻ്റെ പ്യൂരിഫിക്കേഷൻ കറക്റ്റ് എങ്ങനെ ചെയ്യാം എന്നൊക്കെയുള്ളത് നമ്മുടെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എങ്ങനെ, അതായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഞാൻ എക്സ്പെക്ട് ചെയ്തത് അതാണ്. അതിൽ മാം പറഞ്ഞതനുസരിച്ച് കുറേ കാര്യങ്ങൾ അതിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് മനസ്സിലായിരുന്നു. അതായത് നമ്മുടെ മെഡിസിൻ പ്യൂരിഫൈ ചെയ്യുമ്പോൾ അതിലെ കുറേ ടോക്സിൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാം. ആ ടോക്സിൻസ് അവോയ്ഡ് ചെയ്തിട്ട് അതിൻ്റെ ക്വാളിറ്റി എങ്ങനെ നമുക്ക് വർദ്ധിപ്പിക്കാം എന്നുള്ള കുറേ സംഭവങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി. അത് നല്ലൊരു വ്യൂ പോയിന്റിലുള്ള, അതായത് നമ്മൾ ഒരു ലാർജ് സ്കെയിൽ ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നമ്മുടെ സിദ്ധ മെഡിസിന് തന്നെ അതൊരു മുതൽക്കൂട്ടാവും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനെന്ന് പറഞ്ഞാൽ നമുക്ക് മോഡേണുമായിട്ട് ലിങ്ക് ചെയ്യണം, മെഷീനറീസ് വേണം, പിന്നെ അതുപോലെ അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് അറിയണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ സഹായങ്ങൾ ഞങ്ങളുടെ മാമിൻ്റെയും അതുപോലെ തന്നെ മറ്റ് മാംസിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിന് റീന മാമിൻ്റെ ഹെൽപ്പ് ഉണ്ടാകുമെന്ന് കരുതുന്നു. അതിന് പിന്നെ ഇതിന് ഇങ്ങനൊരു ഇത് നമുക്ക് അവസരം നമുക്ക് ഒരുക്കി തന്ന റീന മാമിനും ഞങ്ങളുടെ ബയോകെമിസ്ട്രി ഷീജ മാം, മെഡിസിൻ ബോട്ടണി സിന്ധു മാം, പിന്നെ നമ്മുടെ കോളേജിലെ എല്ലാ ഇതിന് സഹായിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനും നമ്മൾ അതിന് നന്ദി പറഞ്ഞു. ഞാൻ സിന്ധു, ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജിൽ മെഡിസിൻ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവിടെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനായിട്ട് വന്നിരിക്കുകയാണ് ഞങ്ങൾ. ഇവിടെ വളരെ നല്ല അനുഭവമാണ്. റീന മാഡത്തിന് നേരത്തെ അറിയാമായിരുന്നു. ശാന്തിഗിരി റിസർച്ച് SRF നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും. Very good session for us for learning about genetics, forensic and genes related topics. It was very useful to connect with the Siddha and learn more in biochemistry as well as in molecular biology. We thank Reena ma'am and our biochemistry ma'am and our college management for creating this useful session for us. Thank you.